നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഗുഡ്സ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി. ജില്ലയിലെ എക്സൈസ് വിമുക്തി പരിശീലകർക്കും കോർഡിനേറ്റർമാർക്കും ട്രെയിനേഴ്സ് ട്രെയിനിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ AKCCയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ആഘോഷിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ചാലക്കുടി നഗരസഭ VR പുരം 33-ാം വാർഡ് ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായൊരുക്കം പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഗുഡ്സ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടത്തിയ സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അനുമോദിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി TC സിദ്ദിഖ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK മോഹനൻ, PA ബൈജു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PA ബൈജു സെക്രട്ടറി, സുരേഷ് KS പ്രസിഡന്റ്, രഞ്ജിത്ത് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. തൃശൂർ എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ലഹരി വർജന മിഷനായ നശാമുക്ത് ഭാരത് അഭിയാനുമായി ചേർന്ന് ജില്ലയിലെ എക്സൈസ് വിമുക്തി പരിശീലകർക്കും കോർഡിനേറ്റർമാർക്കും ട്രെയിനേഴ്സ് ട്രെയിനിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിലെ പ്രശ്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ശാസ്ത്രീയമായി ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നതിനും ജില്ലയിലെ എക്സൈസ് വിമുക്തി പരിശീലകരെയും കോർഡിനേറ്റർമാരെയും സജ്ജരാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്ററിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അക്കാദമി ഡയറക്ടർ V. റോബർട്ട് നിർവഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മുംബൈ IIT സ്റ്റുഡൻറ് കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ ഷൗക്കത്ത് അലി, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ്, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് എന്നിവർ ക്ലാസ് നയിച്ചു. നശാമുക്ത് അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ അനീഷ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലയിലെ എക്സൈസ് സർക്കിൾ റേഞ്ച് ഓഫീസുകളിൽ നിന്നായി 50 പേർ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ AKCCയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ജോയ് ചെമ്പകശ്ശേരി സ്വാഗതം പറഞ്ഞു. കൈക്കാരന്മാരായ ജോസ് മാത്യു ഊക്കൻ, KA വർഗീസ് മാസ്റ്റർ, ഫ്രാൻസിസ് ഏറ്റുമാനൂക്കാരൻ, സിജോ വർഗീസ്, ജെസ്സി ഫ്രാൻസിസ്, ആബേൽ, ലില്ലി കണ്ണംകുന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനാ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ദിവസമാണ്. വളരെ യാദൃശ്ചികമെന്നോണം ഈ വർഷം ഞായറാഴ്ച തന്നെയാണ് ആ ദിവസം വന്നത്. അതുകൊണ്ട് തന്നെ തോമസ് മൂറിന്റെ തിരുനാൾ അതിമനോഹരമായ രീതിയിൽ ആചരിക്കുവാൻ പള്ളിയകത്ത് വളരെ മനോഹരമായ രീതിയിൽ ആരാണ് തോമസ് മൂർ എന്നും. കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യവും ആവശ്യകതയും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. യോഗ ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനർ രാമചന്ദ്രൻ KV ക്ലാസ് നയിച്ചു. കലാസാഹിത്യ കൂട്ടായ്മ അംഗം സരസ്വതി രാധാകൃഷ്ണൻ, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ, ബാലവേദി അംഗം അനർഘ്യ IR എന്നിവർ സംസാരിച്ചു.
പരിയാരം സൈലന്റ് മിറർ യോഗ വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കുറ്റിക്കാട് നടത്തിയ യോഗാ ദിനാചരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യൻ മനോജ് C. വാസു യോഗാദിന സന്ദേശം നൽകി. തുടർന്ന് യോഗ പ്രദർശനവും അംഗങ്ങളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. വാഴച്ചാലിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഇരിഞ്ഞാലക്കുട സ്വദേശിക്ക് പരിക്ക്. വാഴച്ചാലിൽ വനം വകുപ്പിൻ്റെ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇരിഞ്ഞാലക്കുട സ്വദേശി മനു എന്ന യുവാവിനാണ് പരിക്കേറ്റത്. വാഴച്ചാൽ വനം ഡിവിഷനിലെ ഉൾക്കാട്ടിൽ കാരാംതോട് ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം. നടന്നു പോവുകയായിരുന്ന സംഘത്തെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS മട്ടുപ്പാവ് കൃഷിയുടെ ഭാഗമായി വിതരണം ചെയ്ത ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും ഉപയോഗിച്ച് വിയാർപുരം 33-ാം വാർഡ് ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായി ഒരുക്കാം പച്ചക്കറി തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കമായി. വിയാർപുരം കസ്തൂർബ കേന്ദ്രത്തിലാണ് ADS കമ്മിറ്റി ഭാരവാഹികൾ, അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ ചേർന്ന് തോട്ടം ഒരുക്കുന്നത്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു അധ്യക്ഷത വഹിച്ചു. CDS ഭരണസമിതി അംഗം സിന്ധു ജയരാജ്, ഉപജീവന ഉപസമിതി കൺവീനർ സനു ജോജി, ADS ചെയർപേഴ്സൺ ഇന്ദിര ബാബു, സെക്രട്ടറി സുകന്യ സനേഷ്, കമ്മ്യൂണിറ്റി ഓർഗനൈസർ നീതു അഭിലാഷ്, കുടുംബശ്രീ മെന്റർ റസിയ മമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ കുന്നത്തറ നഗറിൽ നടപ്പിലാക്കുന്ന 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. കുന്നത്തറ നഗറിൽ നടപ്പിലാക്കുന്ന 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് കുന്നത്തറ നഗറിൽ പശ്ചാത്തല വികസനം, ഭവന പുനരുദ്ധാരണം, റോഡുകൾ, കിണർ എന്നിവയുടെ നവീകരണം തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീദേവി പദ്ധതി അവതരിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ പ്രിയ PS, വാർഡ് അംഗം ജിനി സതീശൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനത്തിൽ കലാരംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഗാനരചയിതാവും കവിയുമായ വാസുദേവൻ പനമ്പിള്ളിയെ ആദരിച്ചു. ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ KP ബാലൻ, തരംഗ് വൈസ് പ്രസിഡന്റ് വിജയൻ മൽപ്പാൻ, പുക്കാസ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PC മനോജ്, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, നടുമുറ്റം പ്രസിഡന്റ് TP രാജൻ, അനശ്വർ പാലത്തിങ്കൽ, ശ്യാം രാജ്, പോൾ മാളക്കാരൻ, നന്ദകിഷോരി, CP ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുഡ്സ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം നടത്തി.
ജില്ലയിലെ എക്സൈസ് വിമുക്തി പരിശീലകർക്കും കോർഡിനേറ്റർമാർക്കും ട്രെയിനേഴ്സ് ട്രെയിനിംഗ് ശില്പശാല സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ AKCCയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ആഘോഷിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ചാലക്കുടി നഗരസഭ VR പുരം 33-ാം വാർഡ് ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായൊരുക്കം പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.